പശ്ചിമേഷ്യയിൽ യുദ്ധകാഹളം. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ അമേരിക്ക കൂടി ഭാഗമായതോടെ പശ്ചിമേഷ്യയിൽ സാഹചര്യം അതീവ സങ്കീർണമായിരിക്കുകയാണ്. B-2 ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളാണ് അമേരിക്ക ആക്രമിച്ചത്. കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഇറാൻ പ്രതികരിച്ചപ്പോൾ US നടപടിയിൽ ഐക്യരാഷ്ട്രസഭ ആശങ്ക രേഖപ്പെടുത്തി. സംഘർഷം തുടങ്ങി 10ാം നാളിലാണ് അമേരിക്കയുടെ നേരിട്ടുള്ള ആക്രമണം. ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നീ 3 ആണവ കേന്ദ്രങ്ങളാണ് B-2 ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചത്. ദൗത്യം വിജയകരമാണെന്നും സമാധാനം വേഗത്തിൽ കൈവന്നില്ലെങ്കിൽ കൂടുതൽ ആക്രമണമുണ്ടാകുമെന്ന മുന്നറിയിപ്പും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകി. A short time ago, the U.S. military carried out massive precision strikes on the 3 key nuclear facilities. Our objective was the destruction of Iran's nuclear enrichment capacity and a stop to the nuclear threat posed by the world's #1 state sponsor of terror. The strikes were a spectacular military success. Iran's key nuclear enrichment facilities have been completely and totally obliterated. Iran, the bully of the Middle East, must now make peace. If they do not, future attacks will be far greater and a lot easier. അമേരിക്കയുടേത് ശക്തമായ ഇടപെടൽ എന്നായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം. Congratulations, President Trump. Your bold decision to target Iran's nuclear facilities with the awesome and righteous might of the United States will change history. Israel has done truly amazing things. But in tonight's action against Iran's nuclear facilities, America has been truly unsurpassed. It has done what no other country on earth could do. അതേസമയം ആക്രമണം സ്ഥിരീകരിച്ച ഇറാൻ ആണവ പദ്ധതികളെ ബാധിച്ചിട്ടില്ലെന്ന നിലപാടിലാണ്. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് നയം വ്യക്തമാക്കിയ ഇറാൻ പിന്നാലെ ഇസ്രയേലിൽ കനത്ത ആക്രമണവും നടത്തി. ടെല്ലവീവിലും ഹൈഫയിലും ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചു. US നടപടി അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പ്രതികരിച്ചു. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും നടപടിയിൽ ആശങ്ക രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആർ കിരൺ ബാബുവും ഒപ്പം ടെൽ അവീവിൽ നിന്ന് ടിൻസ് ജെയിംസുമാണ് ചേരുന്നത്. ആദ്യം കിരൺ ബാബുവിലേക്ക്. കിരൺ, ദൂരവ്യാപകമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന ഇറാന്റെ മുന്നറിയിപ്പ്, തൊട്ടു പിന്നാലെ ഇസ്രായേലിലെ നഗരങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം. ഇപ്പോഴും ഇസ്രായേലിലെ പല പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ മാറ്റിയിട്ടുണ്ട്. സുരക്ഷാ ബങ്കറുകളിൽ ആണ് ഇപ്പോഴും പലരും തുടരുന്നത്. ആക്രമണം ശക്തമാക്കുന്നു ഇറാനും എന്ന് ആണോ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ, ആക്രമണം ശക്തമാക്കുന്നു ഇറാനും അതോടൊപ്പം തന്നെ ഇസ്രയേലും എന്ന് തന്നെ വേണം കണക്കാക്കാൻ. എന്തായാലും ഇപ്പോൾ നിലവിൽ രാവിലെ ഇസ്രയേലിന് മേൽ വലിയൊരു ആക്രമണ ഭീഷണി ഉണ്ടായിരുന്നു. അതിൽ ചില മിസൈലുകളൊക്കെ ഇസ്രയേൽ പതിക്കുകയും 10ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന് ഇസ്രയേൽ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. നിലവിൽ ബങ്കറുകളിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള നിർദ്ദേശം പ്രധാനപ്പെട്ട 3 നഗരങ്ങളിലും ഇസ്രയേൽ നൽകിയിട്ടുണ്ട്. എങ്കിലും ഏത് സമയവും വീണ്ടും ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകാം എന്ന് പ്രതീക്ഷിക്കുന്നു. പടിഞ്ഞാറൻ ഇറാനിലേക്ക് അതിശക്തമായ ആക്രമണം ഉണ്ടാകും എന്ന പ്രഖ്യാപനം ഇസ്രയേൽ നടത്തി കഴിഞ്ഞു. എന്താവും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി എന്നാണ് ലോകത്തെ സംബന്ധിച്ച് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഘടകം. ഇസ്രയേലിനെ സംബന്ധിച്ച് യുദ്ധത്തിന്റെ 2 പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കുക എന്നുള്ളതായിരുന്നു. അതിനുള്ള ആയുധ ശേഷി ഇസ്രയേലിനില്ലായിരുന്നു. ഇസ്രയേലിന്റെ നിരന്തര സമ്മർദ്ദത്തെ തുടർന്ന് അമേരിക്കയാണ് ഇസ്രയേലിന്റെ ഈ ആഗ്രഹം അല്ലെങ്കിൽ ഇസ്രയേലിന്റെ ഈ ലക്ഷ്യം സാധിച്ചു കൊടുത്തത്. ഇനി രണ്ടാമത്തെ ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയെ വധിച്ച് അവിടെ ഒരു ബദൽ ഭരണകൂടം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇനി
അത്തരമൊരു നീക്കത്തിലേക്ക് ഇസ്രായേൽ നീങ്ങുമോ എന്നുള്ള ആശങ്ക സ്വാഭാവികമായും ഇറാനുണ്ട്. പക്ഷേ ഇറാനെ സംബന്ധിച്ച് ഇത് കനത്ത പ്രഹരമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഏത് തരത്തിലാവും ഇറാൻ തിരിച്ചടിക്കുക എന്നുള്ളതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. ഇറാന് ശക്തമായ തിരിച്ചടി അമേരിക്കയുടെ ഇറാന് ചുറ്റുമുള്ള ഏകദേശം വിവിധ രാജ്യങ്ങളിലായി 20ഓളം അമേരിക്കയുടെ താവളങ്ങൾ അവിടെയുണ്ട്. ഈ 20ഓളം താവളങ്ങളിലായി അമേരിക്കൻ ട്രൂപ്പുകളിലായി 40,000-ലധികം അമേരിക്കൻ സൈനികരും അവിടെയുണ്ട്. ഇവയ്ക്ക് നേരെ ആക്രമണം നടത്താനുള്ള ശേഷി ഇപ്പോഴും ഇറാനുണ്ട് എന്നത് കണക്കാക്കണം. ഇറാനെ സംബന്ധിച്ച് ഇറാൻ അത്തരത്തിലുള്ള മിസൈലുകളും ഇസ്രായേലിൻ്റെ ലോകപ്രശസ്തം എന്നൊക്കെ അവകാശപ്പെട്ടിരുന്ന ഇസ്രായേലിൻ്റെ അയൺ ഡോമിനെയൊക്കെ ഭേദിച്ചുകൊണ്ട് ലക്ഷ്യം കാണാൻ കഴിയുള്ള മിസൈലുകൾ ഇപ്പോഴും ഇറാൻ്റെ പക്കലുണ്ട്. പക്ഷേ അത് എത്രത്തോളം കാലം പിടിച്ചു നിൽക്കാൻ, അമേരിക്ക കൂടി യുദ്ധത്തിൽ പങ്കാളികളായതോടുകൂടി എത്രത്തോളം കാലം പിടിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ള ആശങ്ക സ്വാഭാവികമായും ഇറാനുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്ക വീണ്ടും ഒരു ആക്രമണത്തിന് തുനിഞ്ഞാൽ അതിൽ ഇറാന് പിടിച്ചു നിൽക്കുന്നതും ഇറാനൊപ്പം നിൽക്കുന്ന മറ്റ് രാജ്യങ്ങൾ, പ്രധാന രാജ്യങ്ങളുടെ ഒന്നും നേരിട്ടുള്ള ഒരു സൈനിക പങ്കാളിത്തം ലഭിക്കാനുള്ള സാധ്യതയുടെ കുറവുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത്തരത്തിലേക്ക് ഇറാൻ നീങ്ങുമോ എന്നുള്ള ആശങ്കയുണ്ട്. മറുഭാഗത്ത് നിൽക്കുന്നത് ഇറാൻ ഒരു നയതന്ത്ര വഴി സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇനി അമേരിക്കയ്ക്ക് നേരെ ആക്രമണം നടത്താതെ, അല്ലെങ്കിൽ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്താതെ ഒരു നയതന്ത്രത്തിന് തയ്യാറാവുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇസ്രായേലിന് വേണ്ടി അമേരിക്ക വെക്കുന്ന എല്ലാ വ്യവസ്ഥകളും അംഗീകരിക്കാൻ ഇറാൻ നിർബന്ധിതമാകും. ഇറാനിലെ ജനങ്ങളടക്കം ഇപ്പോൾ ഭരണകൂടത്തിന് നൽകിയിരിക്കുന്ന ഒരു പിന്തുണ നഷ്ടമാവും, അവരുടെ വിശ്വാസ്യത നഷ്ടമാവും. ചരിത്രത്തിൽ ഉടനീളം എവിടെയും ഇറാൻ മറ്റേ ഒരു രാജ്യത്തിൻ്റെയും അധിനിവേശത്തിന് മുന്നിൽ കീഴടങ്ങിയിട്ടുള്ള രാജ്യമല്ല. ഇറാൻ്റെ ഈ സുദീർഘമായ നൂറ്റാണ്ടുകൾ നീളുന്ന ചരിത്രത്തിൽ തന്നെ അതൊരു വലുത്ത കറുത്ത അടയാളമായി മാറും. അതുകൊണ്ട് അത്തരമൊരു നീക്കത്തിലേക്ക് ഇറാൻ നീങ്ങുമോ എന്നുള്ളതിൽ സംശയമുണ്ട്. മറ്റൊരു വഴി സംഘർഷ സാധ്യത നിലനിർത്തിക്കൊണ്ട് കടുത്ത ആക്രമണത്തിൽ നിന്ന് തൽക്കാലം പിൻവാങ്ങി പിന്നീട് ആക്രമണം നടത്തുക എന്നുള്ള വഴിയാണ്. അതിൽ ഏത് വഴിയാവും ഇറാൻ സ്വീകരിക്കുക എന്നുള്ളതൊക്കെയാണ് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിലൊക്കെ തന്നെ അറിയാം. തീർച്ചയായും അവിടെ കിരൺ, ഇപ്പോൾ ഈ അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതികരണം ഉണ്ടാകുമ്പോൾ ആക്രമണം വിജയകരമായിരുന്നു, പ്രത്യേകിച്ച് ആണവ കേന്ദ്രങ്ങളെ അടക്കം ലക്ഷ്യം വെച്ച് നടത്തിയ ആക്രമണം അത് ലക്ഷ്യം കണ്ടു എന്നുള്ളതാണ്. പക്ഷേ ഇറാനിൽ നിന്നിപ്പോഴും അത് നിഷേധിക്കുന്ന നിലപാട് തന്നെയല്ലേ ഉണ്ടായിട്ടുള്ളത്? ഏതെങ്കിലും തരത്തിൽ ഈ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾക്ക് തകരാറില്ല എന്ന നിലപാട് തന്നെയല്ലേ ഇറാൻ തുടരുന്നത്? അത് പൂർണ്ണമായും അഭിലാഷ്, നമുക്ക് ആ വാദത്തെ പൂർണ്ണമായും വിശ്വാസമെടുക്കാൻ കഴിയില്ല. കാരണം അമേരിക്ക കൃത്യമായി തന്നെ അമേരിക്കൻ ഈ ബങ്കറുകളെ ബ്ലസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ബോംബുകൾ തന്നെയാണ് ഉപയോഗിച്ചത്. ആ ബോംബ് യഥാർത്ഥത്തിൽ അങ്ങനത്തെ ഈ ഭൂമിയുടെ 60 മീറ്ററോളം താഴെ നിർമ്മിച്ചിരിക്കുന്ന ഈ ഭൂഗർഭ അറകളിലാണ് ഇത്തരം പ്ലാന്റുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അതിനെ തകർക്കാനുള്ള ശേഷി യഥാർത്ഥത്തിൽ ഇസ്രായേലിനില്ല. ഇസ്രായേൽ അത് അമേരിക്കയ്ക്ക് മാത്രമാണ് അങ്ങനെയുള്ള സംവിധാനമുള്ളത്. അതുകൊണ്ടാണ് അമേരിക്കയെ ആശ്രയിക്കുകയും അമേരിക്ക അത് ചെയ്യുകയും ഒക്കെ ചെയ്തത്. പക്ഷേ ഇത്തരമൊരു ആക്രമണം ഉണ്ടാകുമെന്ന് യഥാർത്ഥത്തിൽ ഇറാൻ മുൻകൂട്ടി തന്നെ കണ്ടിരുന്നു എന്ന് വേണം കരുതാൻ. അവിടെ നിന്ന് സമ്പുഷ്ടീകരണ യുറേനിയം അടക്കം അവിടെ നിന്ന് നേരത്തെ തന്നെ മാറ്റി. അതുകൊണ്ട് ആണവ വികിരണം ഉണ്ടാകുന്നില്ല എന്നാണ് ഇറാൻ ഉറപ്പിച്ച് പറയുന്നത്. അങ്ങനെ പേടിക്കേണ്ടതില്ല എന്നും പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ആക്രമണത്തിൽ അതിൻ്റെ ടണലുകളുടെ മുൻവശത്തല്ലാതെ മറ്റ് കാര്യമായ പരിക്കുകളില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇതൊക്കെ എത്രത്തോളം വിശ്വസിക്കാൻ കഴിയും, എത്രത്തോളം അതിൽ സ്ഥിരീകരണം വരേണ്ടതൊക്കെ പിന്നീട് വരേണ്ടതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യം സാധ്യമായിരിക്കും എന്ന് വേണം കരുതാൻ. ഈ ആണവ നിലയങ്ങളിൽ നിന്ന് സമ്പുഷ്ടീകരിച്ച യുറേനിയം മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ഉടൻ തന്നെ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ആണവ ആയുധം നിർമ്മിക്കുക എന്നുള്ളത് പ്രയാസമാവും. മറ്റെവിടേക്കെങ്കിലും സുരക്ഷിതമായി ഇത് നഷ്ടപ്പെടാതെ മാറ്റാൻ കഴിയുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഇത് ആണവായുധമാക്കി മാറ്റാനുള്ള സംവിധാനങ്ങളിലൊക്കെ എത്രത്തോളം നീങ്ങാൻ കഴിയും എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ട്. അക്കാര്യത്തിലൊക്കെ ഇനി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെയൊക്കെ പരിശോധനയ്ക്കൊക്കെ ശേഷം മാത്രമേ അതിലെ കൃത്യമായ ഒരു വിശദീകരണം നൽകാനാവൂ. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഇപ്പോൾ തീർച്ചയായും ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുമ്പോൾ അതിന്റെ തിക്തഫലങ്ങൾ എന്താകും എന്നുള്ളത് ശാസ്ത്രലോകത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അതിന് മറുപടി നൽകാൻ പറ്റുന്ന ഒന്നല്ല. ആണവ വികിരണങ്ങൾ ഏത് തരത്തിലായിരിക്കും ബാധിക്കുക? പ്രത്യേകിച്ച് നമുക്കറിയാം ഫോർദോ ആണവ കേന്ദ്രം എന്നത് അതീവ രഹസ്യമായി പ്രവർത്തനം ആരംഭിച്ച ഒരു കേന്ദ്രമായിരുന്നു. അതിനെക്കുറിച്ചുള്ള വാർത്തകളടക്കം പുറത്തു വന്നത് പതിറ്റാണ്ടുകൾക്ക് ശേഷം ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ഇപ്പോഴും റഷ്യയുടെ അടക്കം സഹായത്തോടെയാണ് ഈ ആണവ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. അതിന് സുരക്ഷയൊരുക്കുന്നത് റഷ്യയ്ക്ക് പങ്കുണ്ട് എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്ന പശ്ചാത്തലമുണ്ട്. മാത്രമല്ല അമേരിക്കയ്ക്ക് റഷ്യ മുന്നറിയിപ്പ് നൽകിയ സാഹചര്യമുണ്ടായിരുന്നു. സൈനികമായ നടപടിക്ക് അമേരിക്ക മുതിരരുത് എന്നുള്ളതായിരുന്നു റഷ്യയുടെ മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇറാനിൽ ആക്രമണം നടത്തുമ്പോൾ ഇനി മറ്റു ലോകരാജ്യങ്ങൾ എന്ത് ചെയ്യും എന്നത് അങ്ങേയറ്റം ശ്രദ്ധേയമാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിരൺ ബാബുവിലേക്ക് പോകാം. അതിനു